രാമായണം ഇന്ന് ആരൊക്കെയോ കൂടി ഹിന്ദുക്കളെ പഠിപ്പിച്ചു. അപ്പൊ നമുക്ക് നല്ല ഊർജസ്സും തേജസ്സും നമുക്ക് യുവത്വം ഉള്ള സമയത്ത് ഹിന്ദുവിനെ നിഷേധിക്കും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് യുവാക്കളാകുന്ന യുവതികളാകുന്ന സമയത്ത് ഇതൊക്കെ എന്ത് രാമായണം വായിച്ചിട്ട് എന്താ കാര്യം, PSCക്ക് ചോദ്യം വരും. ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ കോളേജിൽ ചെല്ലുമ്പോ അന്ന് അവിടുത്തെ യുവജന സംഘടന ഞങ്ങളോട് പറഞ്ഞു തന്നത് രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ യേശുവും മുഹമ്മദോ അതുണ്ടായിരുന്നു കേട്ടോ, അത് തൊട്ട് കളിക്കല്ലേ. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നു. അതൊക്കെ കെട്ട് കഥാപാത്രങ്ങൾ. ഗണപതി മിത്താണെന്ന് പറഞ്ഞതുപോലെ രാമനെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചും അഭിമാനമില്ലാത്ത ഹിന്ദു ചെറുപ്പക്കാരെ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് കിട്ടും. പ്രിയമുള്ളവരെ, ഒരു അപകടം ഉണ്ടായതുകൊണ്ട് കേരളത്തിൽ 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾ എത്രയെന്ന് അറിയാം? സർക്കാരിന്റെ കണക്കാണ് 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. ഇതാണ് ആത്മഹത്യാ റേഷ്യോ. 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു ആകുന്നത് ഹിന്ദുക്കൾക്ക് ദൈവങ്ങളില്ലാഞ്ഞിട്ടാ. ബാക്കിയെല്ലാവർക്കും ഓരോ ദൈവമാണ്. നമുക്ക് 33 കോടി ദൈവമാണ് അല്ലേ? ചാത്തൻ, കുട്ടിച്ചാത്തൻ, കരികുട്ടിച്ചാത്തൻ, കാളി, ഭദ്രകാളി, ഇല്ലേ, അന്നപൂർണേശ്വരി, എത്ര ദൈവങ്ങളാണ് നമുക്കുള്ളത്. ബാക്കിയെല്ലാം ഓരോ പുസ്തകമാണ്. നമുക്കിതിപ്പോ എത്ര ഈ പഞ്ചായത്ത് മൊത്തം വേണ്ടി നമ്മുടെ പുസ്തകം നേരത്തെ വെച്ചാൽ നമുക്ക് ഗുരുപരമ്പര സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര അമൃതാനന്ദമയ അമ്മയുടെ രൂപത്തിലും സായിബാബയുടെ രൂപത്തിലും ശ്രീ ശ്രീ രവിശങ്കർ രൂപത്തിലും ചിരാനന്ദപുരസ്വാമിയുടെ രൂപത്തിലും എല്ലാ കാലഘട്ടത്തിലും ഗുരുപരമ്പരയാണ് വന്നുകൊണ്ടേയിരുന്നു. എന്നിട്ടും ആത്മഹത്യയിൽ 95% എന്തുമായതുകൊണ്ട നമ്മൾ വിശ്വാസികളായി, പക്ഷേ അതിന്റെ ശാസ്ത്രമോ യുക്തിയോ പഠിച്ചില്ല. ഇതാണ് രണ്ടാമത്തെ ഹിന്ദു. ആ വിശ്വാസിയായ ഹിന്ദുവിനെ വിജ്ഞാനിയായ ഹിന്ദുവാക്കി മാറ്റണം. അതുകൊണ്ട് ആദ്യം ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം ഒക്കെ പഠിച്ചവരാണ് നിങ്ങൾ സാമാന്യ ജനങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാം മതമെന്ന കോളത്തിൽ ഇപ്പൊ അച്ഛൻ എന്നെയും കൊണ്ട് 1ാം ക്ലാസ്സിൽ ചെന്ന സമയത്ത് ഗോവിന്ദ മാഷ് ചോദിച്ചു, റിലീജിയൻ എന്നൊരു കോളുണ്ട്, മതം, ഇവിടെ എന്താ പൂരിപ്പിക്കേണ്ടത്? അപ്പൊ ഹിന്ദു തൊട്ടടുത്ത് വാലുണ്ടല്ലോ, അതും പൂരിപ്പിച്ചു. അപ്പൊ ഹിന്ദു പുലയനോ പറയനോ നായരോ നമ്പൂതിരി അങ്ങനെ പല പേരിലും നമ്മൾ അറിയപ്പെട്ടു അല്ലെ. അതിന് നമ്മുടെ ഒരു ജാതി ഉണ്ടാവും, സമുദായം ഉണ്ടാവും, നമുക്ക് മതം എന്നൊരു കോളം ഉണ്ടാവും. ഈ മതം എന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ചിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു, ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അതിപ്പോ അച്ഛനോട് ചോദിക്കണം. അച്ഛനോട് ചോദിച്ചാൽ അച്ഛനും അറിയില്ല, മുത്തശ്ശനോട് ചോദിച്ചാലോ മൂപ്പർക്കും അറിയില്ല. എല്ലാം ഹിന്ദുവാണ്. അപ്പൊ ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ഹിന്ദു ഒരു ഇസ്ലാമിക ക്രിസ്ത്യാനിക്ക് ഈ ഒരു ഗതികേട് വരുന്നു. അതുകൊണ്ട് ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥമല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ 3 പേരുണ്ട്. 1 ഇന്ത്യ, 2 ഭാരതം, 3 ഹിന്ദുസ്ഥാൻ. ഇതിൽ ഈ മണ്ണിന്റെ ശരിക്കുള്ള പേരെന്താ? 3ാമത്തതാ ഹിന്ദുസ്ഥാൻ. HP, ഹിന്ദുസ്ഥാൻ പെട്രോളിയം. ഹിന്ദുസ്ഥാൻ, ഹിന്ദു രാഷ്ട്രം എന്നൊക്കെ പറയുമ്പോൾ ഇത് പെട്ടെന്ന് RSSുമായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് പറയും ഇതൊക്കെ ഹിന്ദുസ്ഥാൻ, ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞ RSSന്റെ പരിപാടി. അത് നമ്മളെ പറ്റിക്കാനുള്ള പരിപാടി. ഇത് RSSുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നമുക്ക് അകലും, നമ്മളിത് പഠിക്കില്ല. ഞങ്ങൾ 2000 ഒരു ഭഗവത്ഗീത ക്യാമ്പ് നടക്കുകയാണ് ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു UP സ്കൂൾ. അപ്പോഴാണ് അവിടുത്തെ ഒരു യുവജന സംഘടന പ്രകടനം വരുന്നത്. ഇത് RSSന്റെ പരിപാടിയാണ്, ഇത് ഭഗവത്ഗീത പഠിക്കണം. RSS ഉണ്ടായിട്ട് 100 കൊല്ലമായിട്ടുള്ളൂ, ഭഗവത്ഗീത ഉണ്ടായിട്ട് 5100 കൊല്ലം കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി രാമായണം പഠിക്കാൻ തുടങ്ങിയാൽ, ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങിയാൽ ഇത് RSSുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഈ നാടിന്റെ യഥാർത്ഥ പേര് ഹിന്ദുസ്ഥാൻ എന്നാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, HMD ഇപ്പൊ കമ്പനി ഇല്ലേ, ഹിന്ദുസ്ഥാൻ മെഷീൻസ് ആൻഡ് ടൂൾസ്, HBC ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ. അപ്പൊ ഏതാണ് ഹിന്ദുസ്ഥാൻ? വിഷ്ണു പുരാണം പറയും ഹിമാലയം സമാരഭ്യ, വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് യാവതിന്ദു സരോവരം, ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രം, അതിന്റെ പേരൊക്കെ നമ്മൾ മാറ്റിയതാണ്. അറബികൾ വന്നതുകൊണ്ട് ഒരു നദിയുടെ പേര് തന്നെ, ഒരു സാഗരത്തിന് തന്നെ അറബിക്കടലിന്റെ പേര് കൊടുത്തു. അറബി നമ്മുടെ കുരുമുളക് നേടി വന്നതാ. അതുകൊണ്ട് സിന്ധു സാഗരത്തെ അറബിക്കടലാക്കി മാറ്റി. ഗംഗാ നദി ഉത്ഭവിച്ച് അവസാനിക്കുന്ന സാഗരത്തിന് ഗംഗാസാഗരം എന്നാണ് പേര്. 2500 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന പുണ്യവാഹിനിയായ ഗംഗ അവസാനിക്കുന്ന സാഗരത്തിന് ഗംഗാസാഗരം എന്ന് വിളിച്ചു. ഇന്ന് നമ്മളതിനെ ബംഗാൾ ഉൾക്കടൽ എന്ന് വിളിച്ചു. ബംഗാളിന്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയ കടലുകളുടെ കുടുങ്ങിപ്പോയ ഈ ബംഗാൾ ഉൾക്കടലും അറബിക്കടലും സംഗമിക്കുന്ന കന്യാകുമാരിയിലുള്ള ആ സാഗരത്തെ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് വിളിച്ചു. നമ്മളെന്താ വിളിച്ചത്? സിന്ധു മഹാസാഗരം. സിന്ധുവും ഗംഗാസാഗരവും ഇങ്ങനെ വന്നു. നമ്മുടെ ഉപദ്വീപാണല്ലോ നമ്മുടെ രാജ്യം. അതായത് ഒരു ഭാഗത്ത് ഹിമവാ, വടക്ക് കോട്ട കെട്ടിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നു.
ഈ ഒരു ഭാഗത്ത് സിന്ധു സാഗരം ഇന്നത്തെ അറബിക്കടൽ, മറുഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്ന ഗംഗാസാഗരം. ഈ രണ്ട് സാഗരങ്ങളും സംഗമിക്കുന്ന സിന്ധു മഹാസാഗരം, ഇന്നത്തെ മഹാസമുദ്രം. അപ്പൊ വിഷ്ണുപുരാണം പറയും ഹിമാലയം സമാരഭ്യ, വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് യാവബിന്ദു സരോവരം, ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്ന സിന്ധു മഹാസാഗരം വരെ തം ദേവനിർമ്മിതം ദേശം, ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഭൂപ്രദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ, അതിന്റെ പേരാണ് ഹിന്ദുസ്ഥാൻ. നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ പേരെന്താ? ഹിന്ദുസ്ഥാൻ. ഹിന്ദുക്കൾ വസിക്കുന്ന സ്ഥാൻ ഹിന്ദുസ്ഥാൻ. ഹിന്ദുക്കളുടെ രാഷ്ട്രം ഹിന്ദു രാഷ്ട്രം. ഹിമാലയത്തിന്റെ ഹീം സിന്ധുവിന്റെ ഉന്തും ചേർന്നാൽ ഹിന്ദു. ഹിമാലയത്തിനും സിന്ധു സാഗരത്തിലൂടെയും ജീവിക്കുന്ന 143 കോടി ജനങ്ങളുടെ സാംസ്കാരിക നാമമാണ് ഹിന്ദു. അതുകൊണ്ടാണ് 1995 ഡിസംബർ 11 ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഹിന്ദുത്വത്തെ നിർമ്മിച്ചു. അനേകം കൊല്ലം പഠിച്ചിട്ടാ പറഞ്ഞത്. കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: ഹിന്ദുത്വ, ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് ദ വേ ഓഫ് ദ ലൈഫ് ഓഫ് ദ നേഷൻ. ഹിന്ദുത്വ ഒരു മതമില്ല, അത് ഈ രാഷ്ട്രത്തിന്റെ ജീവിത പദ്ധതിയാണ് എന്ന് 1946 മഹാത്മാഗാന്ധി ഹിന്ദു ധർമ്മ എന്ന പുസ്തകത്തിൽ പറഞ്ഞു. ഹിന്ദുത്വം തന്നെയാണ് ഈ നാടിന്റെ ദേശീയത. അതുകൊണ്ടാണ് 1920 കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഗാന്ധിജി ആളുകൾക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് മഹാത്മജി ഒരു കൈയിൽ ഭഗവത്ഗീതയും മറുകൈയിൽ തുളസിമാലയും എടുത്തു. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കയറിയിറങ്ങിയപ്പോ ജനങ്ങൾ ചോദിച്ചു, ഗാന്ധിജി സായിപ്പിനെ ഓടിച്ചിട്ട് നമ്മളിപ്പോ ഏത് രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത്? ഗാന്ധിജി പറഞ്ഞ രാജ്യത്തിന്റെ പേരെന്താ? മതേതര ഇന്ത്യ അല്ല, പറഞ്ഞത് രാമരാജ്യം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രാജ്യത്തിന്റെ പേരെന്താ? രാമരാജ്യം. പിന്നെ ഒരു സംശയം ജനങ്ങൾക്കില്ല. ഈ മതേതര ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷൻ. ഇത് എന്താണാവോ ഈ സാധനം? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് മതം ചോദിച്ച് സ്കോളർഷിപ്പ് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്ന മതേതരത്വം. ഇതാണോ? മതത്തിന്റെ പേരിൽ മനുഷ്യന് ക്ലാസ് മുറിയിൽ വേർതിരിച്ച് അവകാശങ്ങൾ കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ എന്റെ അടുത്ത സുഹൃത്താണ് റഷീദ്. റഷീദിന്റെ മകൾക്ക് 1200 രൂപ ലംസങ്ങളായിട്ട് കിട്ടും. എന്റെ മകൾക്ക് അത് കിട്ടില്ല. കാരണം ഞാൻ ഹിന്ദുവാണ്, മറ്റാൾ റഷീദാണ്. ഇതിന്റെ പേരാണ് മതേതരത്വം എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പേര് ഹിന്ദുസ്ഥാനല്ല, രാമരാജ്യമല്ല. രാമരാജ്യത്തിൽ സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടെ ധർമ്മമായിരുന്നു. സത്യത്തിനും ധർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾ പരസ്പരം നീതിപൂർവ്വം ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് ഫാഹിയാൻ എന്ന ചൈനീസ് സഞ്ചാരി ഭാരതത്തെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിൽ കാണാം. അത് ചരിത്രത്തിൽ തെളിവാണ്. ഭാരതത്തിലെ വീടുകൾക്ക് വാതിലുകൾ ആവശ്യമില്ല. ഭക്ഷണം വിൽക്കുന്നത് പാപമായി കരുതപ്പെട്ട രാഷ്ട്രം. എത്ര സുന്ദരിയായ സ്ത്രീക്കും സർവാഭരണ വിഭൂഷിതയായ ഏത് അർദ്ധരാത്രിയിലും സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമെന്ന് ഭാരതത്തെ കുറിച്ച് 2000 കൊല്ലം മുമ്പ് ഇവിടെ വന്ന ഫാഹിയാൻ എന്ന ചൈനീസ് സഞ്ചാരി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഉയാൻ സാവും എല്ലാവരും വന്നു. അവരെല്ലാം അവരുടെ ഡയറി കുറിപ്പുകളിൽ നമ്മുടെ ഭാരതത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇവരെല്ലാവരും ഭാരതത്തെ ആക്രമിച്ചത്. യവന ചക്രവർത്തി അലക്സാണ്ടർ വന്നു. യവന്മാര്, ശാകന്മാര്, ഹൂണന്മാര്, കുശാനന്മാര്. പിന്നീട് 700 കൊല്ലക്കാലത്തെ ഇസ്ലാമിക രാജാക്കന്മാരുടെ ആക്രമണം. ഓരോ ക്ഷേത്രവും തകർക്കുക, കൊള്ളയടിക്കുക, ആ ക്ഷേത്രത്തിലൂടെ തന്റെ മതവിശ്വാസത്തെ സ്ഥാപിക്കാൻ പരിശ്രമിക്കുക. ഡച്ചുകാര്, പോർച്ചുഗീസുകാര്, തുർക്കികൾ, അറബികൾ 47 സായിപ്പ് ഈ മണ്ണിനെ പാകിസ്ഥാൻ, ഇന്ത്യ എന്ന് ഉപയോഗിച്ച് വിട്ടുപോകുന്നത് വരെ 2300 കൊല്ലക്കാലത്തെ നിരന്തര വൈദേശികാക്രമണത്തിന് പാത്രീഭൂതമായ മണ്ണാണ് ഈ ഭാരതം. നമ്മളെപ്പോലെ ആക്രമിക്കപ്പെട്ട ഒരു ജനത ഈ ലോകത്തിൽ ഇവിടെയില്ല. നമുക്കൊപ്പമുള്ളത് പിന്നീട് ജൂതന്മാരും നമ്മൾ ഒരുപോലെ തന്നെയാണ്. ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത. പക്ഷെ ജൂതന്മാർ 2000 കൊല്ലം മുമ്പ് മണ്ണ് വിട്ട് ഓടിപ്പോയത്. പിന്നീട് 948 അവർക്ക് മണ്ണ് തിരിച്ചു കിട്ടിയത്. 2000 കൊല്ലക്കാലം അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജീവിച്ചു. പക്ഷെ ഹിന്ദുക്കൾ ഇവിടെ ഓടിപ്പോയില്ല. ഇപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ ടിപ്പു സുൽത്താൻ വന്നു കഴിഞ്ഞാൽ പച്ചക്ക് തൊലി ഉരിഞ്ഞിട്ട് റോഡിൽ കിടക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോ അന്ന് നമ്പൂതിരിമാരും നായന്മാരും എല്ലാം കയ്യിൽ കിട്ടിയത് മൊത്തം എടുത്തിട്ട് തിരുവിതാംകൂർ ഭാഗത്തേക്ക് ഓടിക്കണം. ഇല്ലാത്തവർ അവിടെ നിന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും 30% ഹിന്ദുക്കൾ അവിടെ ഉണ്ട്. എവിടെ? മലപ്പുറം ജില്ലയിൽ 21 നടന്ന ഒരു കിണറ്റൊക്കെ ഉണ്ട്. നിങ്ങൾ അവിടെ പോയി കാണാം. ചങ്ക് വെട്ടി നോക്കുന്ന സ്ഥലമുണ്ട്. അത് ഹിന്ദുവിന്റെ ചങ്ക് വെട്ടിയ സ്ഥലം. വെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തലവെട്ടിച്ചിറയാണ്. അവിടെ തലകൾ ഇങ്ങനെ വെച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ അധികം പീഡനങ്ങൾ സഹിച്ചിട്ട് ഹിന്ദുക്കള് ഓടിപ്പോയി. പക്ഷെ ജൂതന്മാർ ഓടി. പക്ഷെ അവര് തിരിച്ചു വന്നു.
വന്നപ്പോ അവർ വിലക്ക് നിർത്തേണ്ടവരെ എല്ലാം വിലക്ക് നിർത്തുന്നു. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി 2 ദിവസമായിട്ട് അവിടെ ജൂതരാജ്യം ആ 1 കോടിയിൽ താഴെ ജനങ്ങളില്ലേ ഭൂമിയിൽ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 97,50,000 എന്ന് വെച്ചാൽ മലബാറിൽ അത്ര ജനങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ. പക്ഷെ ഇസ്രായേലിനോട് കളിക്കാൻ ലോകത്തിൽ ഓരോരുത്തരും തയ്യാറാണ്, എല്ലാവരും പേടി, അത്രയും ശാസ്ത്ര ബുദ്ധിയുള്ളവരാണ്. അപ്പൊ അവർ നമ്മുടെ രാജ്യത്തിന്റെ ചങ്ങാതികളാണ്, ആയിരിക്കുകയും വേണം. പല ആപത്ഘട്ടത്തിലും നമ്മുടെ സാങ്കേതിക വിദ്യയിലൂടെ അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേറെ ആക്രമണങ്ങൾക്ക് പാത്രീഭൂതമായ മണ്ണിന്റെ പേരാണ് ഹിന്ദുസ്ഥാൻ. മണ്ണിന്റെ യഥാർത്ഥ പേര് ഹിന്ദുസ്ഥാൻ. രണ്ടാമത്തെ പേര് ഭാരതം. ഭാസിൽ ലഭിക്കുന്നത് ഭ എന്നാൽ പ്രകാശം, പ്രകാശത്തിൽ ലഭിക്കുന്നത് ഭാരതം, പ്രകാശത്തിൽ ലഭിക്കുന്നവൻ ഭാരതീയൻ. നോക്കൂ, ഇസ്ലാം മതം ഇവിടത്തേക്ക് വന്നതാണ്. ക്രിസ്തുമതവും ജൂതമതവും പാഴ്സിമതവും ഈ മണ്ണിൽ പിറന്ന മതങ്ങളല്ല, പുറത്തു വന്നതാണ്. പക്ഷെ ഹിന്ദുക്കൾ സ്വീകരിക്കണം. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോ ഹിന്ദുക്കൾ രാജാക്കന്മാർ അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ പോകുമ്പോൾ നിങ്ങൾ കൊടുങ്ങല്ലൂർ പോയിട്ടുണ്ടാവില്ലേ, ചേരമാൻ പെരുമാൾ പള്ളി കണ്ടിട്ടുണ്ടോ? ഇത് ഹിന്ദു രാജാക്കന്മാരുണ്ടായി കൊടുത്ത മാലിക് ദീനും കൂട്ടരും അവര് 10 പേരാണ്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ 10 പെണ്ണുങ്ങളെ വേണം. രാജാവ് പറഞ്ഞു 10 ഹിന്ദു പെണ്ണുങ്ങൾ മതം മാറട്ടെ. അന്നേ ലവ് ജിഹാദ് ഉണ്ട് കേട്ടോ. മതം മാറ്റി കല്യാണം കഴിച്ചു. ഈ മതം മാറ്റി കല്യാണം കഴിക്കാൻ നിർബന്ധം. ഹിന്ദു ആയിട്ടും മുസ്ലിമായിട്ടും ജീവിച്ചോണ്ട് അങ്ങനെ ജീവിച്ചൂടെ? പക്ഷെ അത് പറ്റില്ല. അവര് പറഞ്ഞു പറ്റില്ല, ഞങ്ങൾക്ക് രൂപം മാറണം, വസ്ത്രം മാറണം, ഭക്ഷണം മാറണം, ഒക്കെ മാറണം ഞങ്ങളുടെ കൂട്ടത്തിൽ വരാൻ. നമ്മുടെ ഹിന്ദു രാജാക്കന്മാർ അത് അനുവദിച്ചു. അവർക്ക് അറിയില്ലായിരുന്നു എന്താണിത് എന്നുള്ളത്, മതത്തെ പഠിച്ചില്ല. അങ്ങനെ അവർ ജനസംഖ്യ വളർന്നപ്പോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു പള്ളി വേണം. ഈ പള്ളി എങ്ങനെയാന്ന് ചോദിച്ചപ്പോ അതിങ്ങനെയാണ്, ഒന്നിച്ചുള്ള സംവിധാനം. അങ്ങനെയാണ് ദുർഗാദേവി ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെച്ച കല്ലുകളും മരങ്ങളും ഉപയോഗിച്ച് ഇന്ന് കാണുന്ന ചേരമാൻ പെരുമാൾ പള്ളി, കൊടുങ്ങല്ലൂർ പോകുമ്പോ പള്ളിയിൽ നിന്ന് കണ്ടോളൂ, ഒരു പഴയ ക്ഷേത്രത്തിന്റെ ലുക്കാണ്. നിരോധനം ഹിന്ദു രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. സെന്റ് തോമസും കൂട്ടരും വന്നപ്പോ നമ്മൾ അവർക്ക് ചർച്ച് പണിത് കൊടുത്തു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് ഈ കൊച്ചിയിൽ പോലും നമ്മൾ അവർക്ക് കോളനികൾ ഉണ്ടായിരുന്നു. മുംബൈയിലും കൊച്ചിയിലും കൽക്കത്തയിലും എല്ലാം ഹിന്ദുക്കൾ കോളനികൾ ഉണ്ടായിരുന്നു. ജൂതൻ പറയുന്നു ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പൊടിയാതെ ഞങ്ങൾ സംരക്ഷിച്ച ഒരൊറ്റ നാട് ഈ ഭൂമിയിലും, അത് ഭാരതമാണ്. അതുകൊണ്ടാണ് നമ്മളോട് അവർക്ക് വല്ലാത്ത സ്നേഹം. അവർക്ക് ആപത്ഘട്ടത്തിൽ സഹായിക്കുന്ന യഥാർത്ഥ മിത്രം എന്ന് പറയുന്നത്. അവരുടെ ആപത്ഘട്ടത്തിൽ നമ്മൾ ആരെയും കൊന്നിട്ടില്ല, അവരെ ഒരാളെയും നമ്മൾ കൊന്നിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല.